അമേരിക്കൻ സാമ്രാജ്യം കടപുഴകി വീഴുമോ എന്ന് ലോക രാഷ്ട്രീയ മേഖലയിൽ പ്രാധാന്യമായി ചർച്ച നടത്തുകയാണ്. ചില സാമ്രാജ്യത്വം തകരുന്നത് നിസ്സാരമായിരിക്കുന്ന സംഭവത്തിലൂടെയാണ് എന്ന് പല ഘട്ടങ്ങളിലും തെളിയിച്ചതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യ രാജ്യം നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് പ്രധാനമായിരിക്കുന്ന കാരണം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധമായിരുന്നു. എന്താ അഫ്ഗാനിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ? മുസ്ലിം രാജ്യം വേണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കുന്ന പ്രദേശം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോരാട്ടം. അതിൽ ദേശീയവാദികളും തീവ്രവാദികളും പങ്കെടുത്തു എന്നുള്ളതാണ്. ഒരു പരിധിവരെ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന സംവിധാനം പുനർനിർമ്മിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായതല്ല അൽ ഖ്വയ്ദ എന്ന് പറയുന്ന തീവ്രവാദി സംഘം. അമേരിക്ക നിർമ്മിച്ചതാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി. ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും സങ്കീർണമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധത്തിലേർപ്പെട്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിലായി. ഒരുപാട് നഷ്ടങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ കണ്ടതോടുകൂടി സോവിയറ്റ് യൂണിയൻ ഒഴിഞ്ഞു മാറേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നത് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായി എന്നുള്ളത് ചരിത്രം. ഇന്നും നമ്മൾ എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത് എന്ന് പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളിൽ ഒന്ന് അഫ്ഗാനുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന യുദ്ധം. 1979 മുതൽ 1989 വരെ ഏറെക്കുറെ 10 വർഷം ഇവിടെ മാരകമായിരിക്കുന്ന ആക്രമണങ്ങളും യുദ്ധങ്ങളും കെടുതികളും മരണങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം. പിന്നീട് ഗോർബച്ചേവിൻ്റെ പരിഷ്കാരം 2005 കാലഘട്ടത്തിലൊക്കെ ഏറെക്കുറെ ഈ ഗോർബച്ചേവിൻ്റെ പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേശീയതയുടെ ഉയർച്ച, ഇതെല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു. ഡിസംബർ 21 1991 ഡിസംബർ 26 സോവിയറ്റ് യൂണിയൻ തകർന്നായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. ഇനി നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അമേരിക്കയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ സർവാധിപത്യമുള്ള 5ാം കപ്പൽപ്പടയുടെ മേഖലയിലേക്ക് നീങ്ങുമ്പോൾ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ സാമ്രാജ്യം കടപുഴകി വീഴാൻ കാരണക്കാരായിരിക്കുന്ന മേഖല ബഹ്റൈനിലുള്ള 5ാം കപ്പൽപ്പടയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അഥവാ അവരുടെ ശക്തി ചോർത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. സോവിയറ്റ് തകർച്ചയ്ക്ക് അഫ്ഗാൻ കാരണക്കാരനായിട്ടുണ്ട് എന്ന് വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്രാജ്യ സംവിധാനത്തിന് നിലനിൽപ്പില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഈ തിളക്കമുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ അസ്തമിച്ചു പോയി. രാജഭരണ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ സാമ്രാജ്യത്തിന് വല്ലാത്ത രീതിയിലുള്ള ആധിപത്യം ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സാമ്രാജ്യ വിഭാഗത്തിൻ്റെ കയ്യിൽ പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാകും. മറ്റ് ഏതൊരു വിഭാഗത്തിൻ്റെ കയ്യിൽ ഒരു വസ്തു ഉണ്ടാവില്ല. അങ്ങനത്തെ സ്ഥിതിവിശേഷമുള്ളൊരു കാലഘട്ടം ലോകത്തും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആയുധമുള്ളവൻ ആയുധമില്ലാത്തവനെ ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ആയുധമില്ലാത്തവൻ പരാജയപ്പെടുമല്ലോ. അങ്ങനെയായിരുന്നു മുൻപത്തെ കാലഘട്ടത്തിലൊക്കെ. ഇപ്പോൾ ചെറിയ രാജ്യങ്ങൾ പോലും ആയുധ ശേഖരം നടത്തി. എല്ലാ രാജ്യത്തും പരമാവധി ആയുധ കാര്യങ്ങളുണ്ട്. രാജ്യമല്ലാത്ത മേഖലയിലും ആയുധങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്കറിയാം, പാലസ്തീൻ ആയുധമുള്ള രാജ്യമല്ല. എന്നാൽ ഹമാസിനോട് 2 കൊല്ലമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഈ രാജ്യം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ആയുധം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഈ ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി രാജ്യങ്ങളൊക്കെ ഇന്നത്തെ വർത്തമാന കാലത്ത് ഭൗമയുദ്ധം നടക്കുന്നില്ല. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് രാജാക്കന്മാർ കുതിരപ്പുറത്ത് പോയിട്ട് വാളുകൊണ്ട് വെട്ടിങ്ങായിട്ട് യുദ്ധം ചെയ്യുന്ന കാലഘട്ടം, ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലൊക്കെ അത് അങ്ങനെ തന്നെയാണ്. ബ്രിട്ടീഷുകാരെ ഏറ്റുമുട്ടത് വാളുകൊണ്ടും കുതിരപ്പട ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ്. ആ കാലം അസ്തമിച്ചു. ഇപ്പോൾ ആകാശ യുദ്ധമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ മിസൈലോ ഡ്രോണോ പറത്തിച്ച് വിടുക. അത് 2000, 3000, 5000 ഒക്കെ കിലോമീറ്റർ ദൂരപരിധിയിൽ പറന്നുകൊണ്ട് ലക്ഷ്യം കണ്ട് ആക്രമിക്കുന്ന രീതിക്കനുസരിച്ചുള്ള പരിവർത്തനങ്ങളും മാറ്റങ്ങളും ലോകത്തെ എല്ലാ രാജ്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം 5ാം കപ്പൽപ്പട.
അതിനു നേരെ നിരന്തരം ആക്രമണം നടത്തുക, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം വല്ലാത്ത രീതിയിൽ സാഹസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു. അവരിപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത് എന്നൊരു പരിധിവരെ പറയാൻ പറ്റും. എന്താണ് അഞ്ചാം കപ്പൽപ്പട എന്നുള്ളത് നമ്മൾ നോക്കാം. അമേരിക്കൻ നാവികസേനയുടെ നട്ടെല്ലായി മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈനിക സംവിധാനമാണ് അഞ്ചാം കപ്പൽപ്പട എന്ന് പറയുന്നത്. പേർഷ്യൻ ഗൾഫ്, സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്, ഗൾഫ് ഓഫ് ഒമാൻ, റെഡ് സീ, അറേബ്യൻ കടൽ ഇവരെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നു. അമേരിക്കയും ബഹ്റൈനും പ്രതിരോധ സഹകരണ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ബഹ്റൈൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഈ സംവിധാനത്തെ സൃഷ്ടിച്ചത്. അത് സൃഷ്ടിച്ചതിന് ശേഷം 30 കൊല്ലമായി, അതായത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ആദ്യഘട്ടം ഉണ്ടായിരുന്നു, രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു, പിന്നെ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞത് അത് സ്ഥിരപ്പെടുത്തി, അങ്ങനെ 2-3 ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഈ മേഖലയിൽ അതിശക്തമായിരിക്കുന്ന നിർമ്മിതികൾ അമേരിക്ക ആരംഭിച്ചതോടുകൂടി പിന്നീട് അമേരിക്കക്ക് നേരെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുക, അമേരിക്ക എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് നേരെ അല്ലെങ്കിൽ അമേരിക്കയെ പോയി കൊണ്ടുപോയിട്ട് ആരും ആക്രമിക്കില്ലല്ലോ, ഈ മേഖല അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതിശക്തമാണ്, നിരീക്ഷണത്തിന് പവറാണ്, 24 മണിക്കൂറും സംവിധാനങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകത്താകമാനം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും തങ്ങൾക്ക് സാധിക്കും. പല ലോക രാജ്യങ്ങളിൽ തങ്ങൾ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, ആക്രമണം നടത്തിയിട്ടുണ്ട്, ഭരണത്തെ അട്ടിമറിച്ചിട്ടുണ്ട്, പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങൾക്ക് അനുകൂലമല്ലാത്ത രാജ്യത്തുടനീളം പ്രശ്നങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഉണ്ടാക്കുകയും ഭരണത്തെ അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറേബ്യൻ രാജ്യങ്ങളിൽ എല്ലാം ഏറെക്കുറെ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്നവരാണ്. അമേരിക്ക സൗഹൃദ രാജ്യം, നയതന്ത്ര ബന്ധത്തിനപ്പുറമുള്ള സൗഹൃദ രാജ്യമായിട്ട് കാണുന്നു. അവരോട് എതിർപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതായത് ഇവരോട്, അമേരിക്കയോട്, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം കൊണ്ടുവരുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ ഇവരുമായിട്ടൊരു സഹകരണ അടിസ്ഥാനത്തിൽ പോകുന്നു. വലിയ രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യം, ആണവായുധമുള്ള രാജ്യം, ലോകത്തിലെ ആണവായുധങ്ങളിൽ 2ാം സ്ഥാനത്തിൽ നിൽക്കുന്ന രാജ്യം, ഒരുപാട് ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. ഇതെല്ലാം കൂട്ടി നോക്കുന്ന സമയത്ത് അവർ സർവാധിപതികളാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. US-ൻ്റെ ആസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിസ്സാരമായിരിക്കുന്ന ഒരു ആക്രമണം പോലും ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഭവമാണ് വലിയ രസമുള്ള കാര്യം. ഇറാന് നിരന്തരം ഈ മേഖല ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കക്കുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നതിനപ്പുറമായ രീതിയിൽ അതിൻ്റെ ഈ പരിണിത ഫലങ്ങൾ രാജ്യത്തും അനുഭവിക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ ബഹ്റൈനിലാണെങ്കിൽ ബഹ്റൈൻ രാജ്യത്ത് സ്വാഭാവികപരമായ രീതിയിൽ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൂടി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് 5ാം കപ്പൽപ്പട ഈ മേഖലയിൽ സ്ഥാപിച്ചത് എന്ന് അമേരിക്ക പല ഘട്ടങ്ങളിലും അവകാശപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ബഹ്റൈനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഒരു രീതിയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ സോവിയറ്റ് യൂണിയൻ തകർത്തത് അഫ്ഗാനാണെങ്കിൽ അമേരിക്കയെ ഇറാൻ തകർക്കുമോ എന്ന ചോദ്യം പ്രസക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നു. കാര്യം ഏത് തരത്തിലും അമേരിക്കയുടെ ബേസിനെ ആക്രമിക്കുക എന്നുള്ളത് ഒരു രസകരമായിരിക്കുന്ന സംഭവമായിട്ട് ഇറാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി പഠിക്കുകയും തങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതോട് കൂടിയിട്ട് പിന്നീട് ഇറാൻ വിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. മെനാന്നാണ് ഇവിടേക്ക് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രകോപനമില്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു മുസ്ലിം രാജ്യം ആക്രമിക്കുന്നത്. ഇങ്ങനെ ഇതുപോലൊരു സമാനമായിരിക്കുന്ന റിപ്പോർട്ട് ഇതിന് മുമ്പ് ലോകം കേൾക്കാത്തതാണ്. അപ്പോൾ അവർക്ക് സില്ലിയായി കരാർ വ്യവസ്ഥയുമായിട്ട് ഉണ്ടാക്കി ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കരാർ വ്യവസ്ഥയിൽ ഉണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ട് കരാർ ലംഘിച്ചു. അങ്ങനെ നേരെ പോയിട്ട് ഇറാൻ പോയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. അവിടെ ബോംബിട്ട് തകർത്തു, വലിയ നാശങ്ങളും നഷ്ടങ്ങളും. ഇപ്പോഴും തന്നെ അവർ തകർക്കപ്പെട്ട ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ മേഖലയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടൊക്കെ പ്രാദേശിക തലത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. 12 അതിൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഈ പ്രാദേശിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടാവില്ല, ഒരുപക്ഷെ ഉണ്ടാവാം, ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാവാം, ഒന്നും പറയാൻ പറ്റില്ല.
ഈ ഒരു അവസ്ഥയും സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുക. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് കൂട്ടി മനസ്സിലാക്കി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ എളുപ്പത്തിൽ നടക്കും. അതിന് എല്ലാ സംവിധാന കാര്യങ്ങളുണ്ട്. പക്ഷേ എളുപ്പത്തിൽ നടക്കുന്നില്ല. അതാണ് ഇവിടുത്തെ കാതലായിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഈ മേഖലയിൽ നിന്ന് തകർന്നു പോയാൽ ഇല്ലാതായി പോയാൽ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് റഷ്യയും ചൈനയും അടക്കമുള്ള ശത്രു രാജ്യങ്ങൾ വരും എന്ന് അമേരിക്ക കണക്കൂട്ടുന്നു. അങ്ങനെ വരുന്ന സമയത്ത് തുടച്ച് ഘട്ടം ഘട്ടമായിട്ട് നീക്കിപ്പോവും. പിന്നെ അവിടെ മിഡിൽ ഈസ്റ്റിലെ സൈനിക ശക്തിയുള്ള രാജ്യമായിട്ടുള്ള ഇസ്രായേലാണ്. ഇസ്രായേലിന് ഇറാനുമായിട്ട് ലിങ്ക് ചേർത്ത് കൊടുത്താൽ പിന്നെ അവരങ്ങ് ആയിക്കോളും. ഇവിടേക്ക് വല്ലാത്ത രീതി വരാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ മേഖലയിൽ അമേരിക്ക ആക്രമിച്ചത് മുഴുവൻ അവരുടെ സൈനിക ബേസിൽ നിന്നുകൊണ്ടാണ്, അമേരിക്കയിൽ നിന്നല്ല. ആ സൈനിക ബേസ് നീക്കം ചെയ്യപ്പെട്ടാൽ ഈ മേഖല ആക്രമിക്കാൻ അവർക്ക് സാധിക്കില്ല. പിന്നെ ഒരു മിസൈൽ ഇടണമെങ്കിൽ, ഇപ്പോൾ ഇറാനിലേക്കാണ് അമേരിക്ക മിസൈൽ ഇടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 10,000 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ഇടണം. അപ്പോൾ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്നുള്ള, അതായത് ഈ ഇറാനോട് ചേർന്നുള്ള ഒരു പ്രദേശം അമേരിക്കയുടെ പറയുന്ന സമയത്ത് മിയാമിയാണ്. മിയാമിലേക്ക് നോക്കുന്ന സമയത്ത് 9,500 9,800 കിലോമീറ്റർ ദൂരം. അവിടെ നിന്ന് ഇങ്ങോട്ട് മിസൈൽ ഇടുന്ന 10,000 കിലോമീറ്റർ കടന്നു ചെല്ലണം. വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അമേരിക്കൻ സാമ്രാജ്യം തകരുന്നുണ്ടോ എന്ന് അമേരിക്ക തന്നെ സംശയിക്കുന്നിടത്തേക്ക് ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.